നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മുടെ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ലഭിച്ച കർണൻ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. മൂവ്മെന്റ് കൊടുത്തു വെച്ചു. സൈലൻസ്. നെക്സ്റ്റ് അടുത്ത ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ആർമി കയറാനുള്ള. അപ്പോൾ ആദ്യം ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ തോന്നി. കാരണം ഈ കാലിന് ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു, നല്ല മുട്ടിന് നല്ല പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, ലിഗമെന്റിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, ദൈവത്തിന്റെ എന്തെങ്കിലും നിശ്ചയമായിരിക്കാം ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കറക്റ്റ് എനിക്ക് രീതിയിൽ എനിക്ക് ഫിസിക്കലി ചെയ്യാനും പാസ്സാനും പറ്റിയ ശരണന്റെ ട്രെയിനിങ് കൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ വേറെ അക്കാഡമീസിൽ പോയിട്ടുണ്ട്, വേറെ ട്രെയിനിങ് സെന്ററിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി ശരണം ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ മനസ്സിലാക്കി നമ്മൾ ട്രെയിൻ ചെയ്യുക ചെയ്തത്. അപ്പോൾ എൻ്റെ ഈ കാലിൻ്റെ വയ്യാഴികയും ഒക്കെ മനസ്സിലാക്കി കറക്റ്റ് റെസ്റ്റ് എടുത്ത സമയത്ത് റെസ്റ്റ് തന്ന് ചെയ്യേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്ത് കറക്റ്റ് എനിക്ക് എൻ്റെ ഫിസിക്കൽ ടൈമിൽ എല്ലാ ഇവൻറ്റും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഇപ്പോൾ ഞാൻ ഒരാഴ്ച തിരിച്ച് പോവുകയാണ്. ഒരുപാട് സന്തോഷം. ഓക്കെ, ഓക്കെ. കർണൻ, എന്താണ് നമ്മുടെ അക്കാഡമിയുടെ ഫിസിക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ചും അതേപോലെ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനെങ്കിൽ അത്ലറ്റിക്സുമായിട്ടോ സ്പോർട്സുമായിട്ടോ യാതൊരു ടച്ചില്ലാത്ത ഒരാളായിരുന്നു. ഒരു സാധാരണ CBSE സ്കൂളിൽ പഠിച്ച് പിന്നെ സ്റ്റേറ്റ് സ്കൂളിലേക്ക് വന്ന് ഡിഗ്രി ചെയ്ത് ഇടയ്ക്ക് NCC ഉണ്ടായിരുന്നു. അത് ആ NCC ഒഴുകി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് ഫിസിക്കലായിട്ട് എനിക്കൊരു ആക്ടിവിറ്റീസ് ഇല്ലായിരുന്നു. അത്ലറ്റിക്സോ സ്പോർട്സോ എന്താണെന്നൊന്നും അറിയത്തില്ല. നേരത്തെ റാലിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും ആസ് യൂഷ്വൽ റണ്ണിങ്ങിൽ തന്നെ ഫെയിലാവും. പിന്നെ നേരത്തെ അഖിൽ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ വന്ന് കുറേ റൗണ്ട് ഓടി തിരിച്ച് വീട്ടിൽ പോവുക, ഇതൊക്കെയാണ് സ്ഥിരം പരിപാടി. ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കൊരു സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യേണ്ട നല്ലൊരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ട്. ശരണന് അതിന് നമുക്ക് ഈ ഒരു വിഭാഗത്തിലേക്ക് ഏറ്റവും ബെസ്റ്റ് ഒരാളാണ് ഒരു മെൻറ്ററായിട്ടുള്ളത്. കാരണം ഒരു സീറോയിൽ നിന്ന് ഞാനെങ്കിൽ എനിക്ക് ആഗ്രഹിച്ച ജോലിയിലേക്ക് എത്താൻ പറ്റി. ഇതിനോടിടയ്ക്ക് നമ്മുടെ അത്ലറ്റിക് മീറ്റുകളിൽ പോയി പ്രൈസ് അടിക്കാൻ പറ്റി. ഒരുപാട് ഇഞ്ചുറീസും എല്ലാം ഉണ്ടായിട്ട് പോലും എനിക്ക് പ്രൈസ് അടിക്കാൻ പറ്റിയത്. ഹൈ ജമ്പിനായാലും ഓട്ടത്തിനായാലും എനിക്ക് ഒരുപാട് പ്രൈസ് അടിക്കാൻ പറ്റി. ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഇതെല്ലാത്തിനും കാരണക്കാരൻ ശരണൻ തന്നെയാണ്. കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഹെൽത്ത് ആയാലും എന്തായാലും നമ്മളെ അസസ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് നമുക്ക് തരേണ്ട രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കൃത്യമായിട്ട് തന്ന് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട സമയത്ത് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ യാതൊരു രീതിയിലെല്ലാം ശരണം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫിസിക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു. അതുപോലെ നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസിനെ കുറിച്ച് നമ്മുടെ അക്കാഡമി ഡ്രീംസ് ഡിഫൻസ് അക്കാഡമിയുടെ മെഡിക്കൽ ഫെസിലിറ്റീസിനെ കുറിച്ച് എന്താണ് കാരണം പറയാനുള്ളത്? മെഡിക്കൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് എഫക്ട് ചെയ്തത്? നമുക്കെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിസിക്കൽ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഇഞ്ചുറീസ് ഉണ്ടാവും. അത് കാലിനാവാം, ജോയിനാവാം, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആവാം, എന്തുകൊണ്ടെങ്കിലും ഉണ്ടാവാം. നമുക്കെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്. നമുക്ക് എന്ത് ഇഞ്ചുറീസ് വന്നാലും അത്യാവശ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള എയ്ഡിന് വേണ്ടിയുള്ള കിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. സ്പ്രേ ആയാലും എന്ത് മെഡിസിൻസ് ആയാലും നമ്മുടെ കയ്യിലുണ്ട്. തന്നെയല്ല ഇച്ചിരി ഡീപ്പായിട്ടുള്ള ആവശ്യം കാണുന്നുണ്ടെങ്കിൽ ഗൈഡൻസിനായിട്ട് നമുക്ക് അങ്ങനെ വിളിച്ച് പറയാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ തന്നെ ഉണ്ട്. ശിവകുമാർ സാറ്, MCയിലുള്ള ശിവകുമാർ സാറായാലും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഗൈഡൻസ് വേണ്ട രീതി പറയാറുണ്ട്. മാത്രമല്ല നമുക്കാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ മെഡിക്കൽ നമ്മൾ ടോട്ടലി ഫിറ്റ് ആവാൻ വേണ്ടിയുള്ള നമുക്ക് എല്ലാ നോളജുകളും പ്രൊവൈഡ് ചെയ്യുകയും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അതോടുകൂടി കൂട്ടാൻ നമുക്ക് സഹായിക്കാറുണ്ട്. നമ്മുടെ മെഡിക്കൽ ചെക്കപ്പ് നടത്താറുണ്ട് ഇവിടെ. നമുക്ക് ആർമിയുടെ ടെസ്റ്റിന് വേണ്ടിയുള്ള എന്ത് രീതിയിലാണ് നടത്തുന്നത്, നമുക്ക് ഇവിടെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രിലിമിനറി ചെക്കപ്പ് നടത്താറുണ്ട്. മെഡിക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടത്താറുണ്ട്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെഫറിങ് തരാറുണ്ട്. എന്ത് ചെയ്യണം എന്നൊക്കെ എല്ലാം അറിയിച്ച് നമ്മളെ റെക്ടിഫൈ ചെയ്യാറുണ്ട് നമ്മുടെ ഇഷ്യൂസ്. അപ്പോൾ ടോട്ടലി ഫിസിക്കലായാലും മെഡിക്കലായാലും എന്തായാലും ഡ്രീംസ് ഡിഫൻസ് അക്കാഡമി ശരൺ സാറിൻ്റെ കീഴിലുള്ള ഈ അക്കാഡമി നമുക്ക് കംപ്ലീറ്റ്ലി ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.